സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം. സങ്കീർത്തന പഠന പരമ്പരയിൽ ഇന്ന് നാം 136 സങ്കീർത്തനമാണ് ധ്യാന വിധേയമാക്കുന്നത്. ആ മനോഹരമായ സങ്കീർത്തനം പ്രാരംഭമായി നമുക്ക് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അമോര്യരുടെ രാജാവായ സീഹോനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ബാശാൻ രാജാവായ ഓഗിനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരികളുടെ കയ്യിൽ നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇതൊരു ഗാനപ്രതിഗാന സങ്കീർത്തനമാണ്. ബൈബിളിലെ 180 സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പ്രത്യേകതയുള്ള വേറെ ഒരു സങ്കീർത്തനവുമില്ല. ലേവ്യരോ പുരോഹിതന്മാരോ ഇതിൻ്റെ 1-ാമത്തെ വരി പാടുകയും അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്നുള്ള ആ 2-ാമത്തെ വരി വിശ്വാസികൾ അഥവാ ഭക്തന്മാർ ആവർത്തിച്ചു പാടുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീതമായ ഗീതമാണിത്. 26 വാക്യങ്ങൾ ഇതിലുണ്ട്. 26 പ്രാവശ്യവും അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന ആ ഏറ്റുചൊല്ലൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇതൊരു ഗാനപ്രതിഗാനമായി പാടുന്ന പാട്ടാണ് എന്ന് പറയുന്നത്. പുറപ്പാട് 32:18 മോശയുടെ കാലത്ത് ജനം മരുഭൂമിയിൽ ഗാനപ്രതിഗാനം പാടിയെന്നും എസ്രാ 3:11 എസ്രാ ശാസ്ത്രിയുടെ കാലത്ത് ജനം പ്രതിഗാനം പാടിയെന്നും ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ യഹോശാഫാത്തിൻ്റെയും ഒക്കെ കാലത്ത് ജനം ഗാനപ്രതിഗാനം പാടിയതായും നമ്മൾ വായിക്കുന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ക്രൈസ്തവ ജനം ഈ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാറുണ്ട്. വിശേഷിയ വർഷാവസാന പ്രാർത്ഥനകൾ നടക്കുമ്പോൾ, ന്യൂ ഇയർ സർവീസ് നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രമാണ് ഈ സങ്കീർത്തനത്തിലുടനീളം വിവരിക്കുന്നത് എങ്കിലും അതിൻ്റെ 23, 24 വാക്യങ്ങളിൽ നമ്മളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമ്മെ ഓർത്തവന്, നമ്മെ വിടുവിച്ചവന് എന്ന് അതിൽ കാണുകയാണ്. തന്നെയല്ല, സർവജഡത്തിനും ആഹാരം കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ ദയ എല്ലാവർക്കുമുള്ളതാണ് എന്ന് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുകയാണ്. പ്രധാനപ്പെട്ട 4 ചിന്തകൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാട്ടുപാടിയ സന്ദർഭങ്ങളാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ള ആ 1-ാമത്തെ വരി ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ അവർ ഏറ്റുപാടിയതായുള്ള 6 സന്ദർഭങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട്. ഞാൻ ആ സന്ദർഭങ്ങൾ ഒന്ന് വ്യക്തമാക്കാം. ഒന്നാമത് അവർ ഈ പാട്ട് പാടിയത് ചെങ്കടൽ കടന്നപ്പോഴാണ്. ചെങ്കടലിനെ 2ആയി ദൈവം വിഭജിക്കുകയും അതിൻ്റെ നടുവിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. സന്ധ്യാസമയത്താണ് അവർ ഫറവോനും സൈന്യവും പിന്നാലെ വരുന്നത് കണ്ടത്. പ്രഭാതയാമത്തിൽ അവരക്കരെ എത്തുകയാണ്. ഏകദേശം 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു അത്. ഇസ്രായേൽ കടന്നുപോയ വഴിത്താരയിലൂടെ
മിസ്രൈമ്യ സൈന്യം പിൻഗമിച്ചു എങ്കിലും ദൈവത്തിൻ്റെ ബലമുള്ള കരം അവിടെ വെളിപ്പെട്ടു. ആ ജലത്തിനടിയിൽ ആ ശത്രു സൈന്യം പട്ടുപോയി. അക്കരെ എത്തിയവർ തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ ദൈവം പറഞ്ഞ അതേ ദൂത് അവരുടെ ഹൃദയത്തിലേക്ക് ഓടി വരികയാണ്. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ആ ചരിത്ര സംഭവങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ഉദാഹരിക്കുന്നുണ്ട്. 13, 14, 15 വാക്യം. ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചവന്, അവൻ്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന്, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഫറവോനെയും സൈന്യത്തെയും ദൈവം ചെങ്കടലിൽ തള്ളിയിട്ട ചരിത്രം പുറപ്പാട് പുസ്തകം 14, 15 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നു. 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ മോശയും ഇസ്രായേൽ മക്കളും ദൈവത്തെ പാടി സ്തുതിക്കുന്നു. അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മിരിയാമും സ്ത്രീകളും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ മോശയ്ക്കും ഇസ്രായേൽ പുരുഷന്മാർക്കും മിരിയാമിനും ഇസ്രായേലിലെ സ്ത്രീകൾക്കും പാടുവാനുള്ള ഒറ്റപ്പാട്ട്, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ സങ്കീർത്തനത്തിൽ ഉദ്ധരിക്കുന്ന ചരിത്രഭാഗം പുറപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങളാണ് എന്നത് ഓർക്കണം. ഈ പാട്ടുപാടി 2-ാമത്തെ സന്ദർഭം ദൈവത്തിൻ്റെ പെട്ടകം ഒബേദ്യേദോമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് യെരൂശലേമിൽ അതിനായി അടിച്ചിരുന്ന തിരശ്ശീലയ്ക്ക് കീഴെ വെച്ചപ്പോൾ ഈ പാട്ട് പാടുകയുണ്ടായി. ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1, 4, 7 വാക്യങ്ങൾ. ആ പെട്ടകത്തിന് മുമ്പിൽ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ. അവർ പാടുന്നതിലെ പ്രധാനപ്പെട്ട ചില വരികൾ നോക്കണം. ദിനവൃത്താന്തം 16-ന്റെ 8, 34, 41 വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ ആരാധിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവരോടുകൂടെ ഹേമാൻ, യെദുഥാൻ മുതലായി പേർ വിവരം പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠന്മാരെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു. അപ്പോൾ തിരശ്ശീലയ്ക്ക് കീഴെ പെട്ടകം കൊണ്ടുവച്ചെങ്കിലും അവിടെ ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതാണെന്ന്, ദൈവം നല്ലവനാണെന്ന് പാടുവാൻ സംഗീതജ്ഞന്മാരെ ദാവീദ് നിയമിക്കുകയാണ്. 3, ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ചതിനോടനുബന്ധിച്ച് ഈ പാട്ട് പാടിയിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 5-ന്റെ 2, 5, 12, 13 വാക്യങ്ങൾ. യഹോവയുടെ നിയമപ്പെട്ടകം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവന്നു. ആസാഫ്, ഹേമാൻ, യെദുഥാൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. തിരശ്ശീലയ്ക്ക് കീഴെ വെച്ചപ്പോൾ പാട്ടുപാടാൻ നിയോഗിച്ച അവരെ തന്നെ ശലോമോനും നിയമിക്കുന്നു. പെട്ടകം ശലോമോൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും അവരുണ്ട്. അവരതേ പാട്ട് പാടിയതായിട്ടാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാട്ടുപാടിയ 4-ാമത്തെ സന്ദർഭം ശലോമോൻ ഈ ആലയം പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് അവിടേക്ക് ദൈവത്തിൻ്റെ തീ ഇറങ്ങി വന്നപ്പോൾ ജനമൊന്നടങ്കം ഈ വരി പാടി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. ഇത് ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ചൊല്ലി സ്തുതിച്ചു. കർത്താവിന് മഹത്വം. അപ്പോൾ ഇവിടെയെല്ലാം ഈ ഒരു വരി തന്നെ പാടി അവർ ദൈവത്തെ സ്തുതിക്കുന്നു. 5-ാമത്തെ സന്ദർഭം യഹോശാഫാത്തിന് യുദ്ധം നേരിട്ടപ്പോഴാണ്. മോവാബ്യർ, അമോന്യർ, മെയൂന്യർ തുടങ്ങിയ ത്രിരാഷ്ട്ര ശക്തികൾ സംഘടിതരായി വന്ന് യഹൂദ്യ എന്ന ചെറിയ രാജ്യത്തിന് ചുറ്റും ഉപരോധം സൃഷ്ടിച്ചു. യഹോശാഫാത്ത് ദൈവത്തോട് നിലവിളിച്ചു, ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു.
പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ശത്രുക്കൾക്ക് നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ എന്താണ് അവർ പാടിയത്? എന്തു പാടുവാനാണ് സംഗീതക്കാരെ നിയമിച്ചത്? അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 2 ദിനവൃത്താന്തം 20:1, 12, 21, 22 തിരുവചനങ്ങൾ. ഈ പാട്ടുപാടിയ 6ാമത്തെ സന്ദർഭം സെരുബാബേലിൻ്റെ കാലത്ത് ദൈവാലയത്തിന് കല്ലിട്ടപ്പോഴാണ്. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫ്യരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി അവർ യഹോവേ അവൻ നല്ലവനല്ലോ, ഇസ്രായേലിനോട് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചും കൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. കർത്താവിന് സ്തുതി. ചുരുക്കത്തിൽ ഈ 6 സന്ദർഭങ്ങളിലും 136-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വരി ആവർത്തിച്ചു പാടി ജനം ദൈവത്തെ സ്തുതിക്കുന്നതായി നാം കാണുകയാണ്. 2ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. അതിൻ്റെ 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിൽപ്പെട്ട 4 ദിവസത്തെ സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ച് മാത്രമേ ഈ സങ്കീർത്തനത്തിൽ പറയുന്നുള്ളൂ. 1-ാമത്തെ സൃഷ്ടിപ്പ് ആകാശത്തിലെ സൃഷ്ടിപ്പുകളായിരുന്നു. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന്. 5-ാമത്തെ വാക്യം ആകാശങ്ങളെ ഉണ്ടാക്കി എന്ന ബഹുവചനമാണ് കൊടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടിപ്പിൻ്റെ വിവരണം തുടങ്ങുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ്. ആകാശങ്ങളും അഥവാ സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശങ്ങൾ എന്ന ബഹുവചനം ഉപയോഗിച്ചപ്പോൾ ഭൂമികൾ എന്ന ബഹുവചനം ഉപയോഗിച്ചിട്ടില്ല. ഭൂമി ഏകവചനം, എന്നാൽ ആകാശങ്ങൾ എന്ന ബഹുവചനമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ ആകാശത്തിന് പല നിരകളുണ്ട്, പല നിലകളുണ്ട്. സ്ട്രോട്ടോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ തുടങ്ങിയ നിരവധി പാളികൾ ഈ ആകാശത്തിനുണ്ട്. 19-ാം സങ്കീർത്തനം 1-ാം വാക്യം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശങ്ങൾ അഥവാ സ്വർഗങ്ങൾ എന്ന പദം വേദപുസ്തകവുമായി വളരെ ഇടപഴകി നിൽക്കുന്ന ഒരു ചിന്തയാണ്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന പൗലോസിന്റെ വാക്ക് കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ കാണുന്നു. കല്ലേറുകൊണ്ട് മരിച്ചവനെ പോലെ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ 3-ാം സ്വർഗത്തോളം എടുത്തുകൊണ്ടുപോയി. വീണുപോയ ദൂതന്മാർ അവരുടെ നിഗളത്തിന്റെ കാരണമായി പറയുന്നത് അവർ സ്വർഗത്തിൽ കയറുമെന്നാണ്. ദൈവം അവരെ ഭൂമിയിലാണ് ആക്കി വെച്ചിരുന്നത്. അവർ പറയുകയാണ്, മേഘോന്നതങ്ങൾക്ക് മീതെ ഞാൻ കയറും, നക്ഷത്രങ്ങൾക്ക് മീതെ ഇരുന്നരുളും, ഉത്തരദിക്കിൽ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളും. യേശുക്രിസ്തു സ്വർഗോന്നതങ്ങളിലേക്ക് പോയി. സമാഗമന കൂടാരത്തിൻ്റെ 3 ഭാഗങ്ങളുണ്ടല്ലോ, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഇതിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കടന്നു പോകുന്നു. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തു അതിപരിശുദ്ധ സ്ഥലത്തേക്കല്ല, ആകാശങ്ങളെ കടന്ന്, ഇംഗ്ലീഷിൽ സ്വർഗങ്ങളെ കടന്നെന്നാണ്, സ്വർഗങ്ങളെ കടന്ന് സ്വർഗാദി സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ ദൈവം ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് എത്ര വ്യക്തതയുള്ളതാണ്, കൃത്യതയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. 6-ാമത്തെ വാക്യത്തിൽ ദൈവം ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചു എന്ന് വായിക്കുന്നു. ലൂസിഫറിന്റെ വീഴ്ചയെ തുടർന്ന് ഭൂമി വെള്ളത്തിലും ഇരുട്ടിലും മൂടപ്പെട്ടു. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ആ ഭൂമിയെ നവീകരിക്കുന്നതായി നമുക്ക് കാണുന്നു. വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു, അതിന് സമുദ്രം എന്ന് പേർ വിളിച്ചു. കര കാണായി വരട്ടെ, അതിന് ദൈവം ഭൂമി എന്ന് പേർ വിളിച്ചു. ഭൂമിയുടെ 2/3 ഭാഗം വെള്ളങ്ങളാണ്. എന്നാൽ ഈ വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നൊരു കാലഘട്ടമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഇടിമുഴക്കത്താൽ, ശാസനയാൽ ആ വെള്ളങ്ങൾ ഇറങ്ങിപ്പോയി. വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. 136-ാം സങ്കീർത്തനമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 3-ാമത്തെ ചിന്ത
ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത ചില പ്രത്യേക കാര്യങ്ങളാണ്. സൃഷ്ടി വിവരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികളായിരുന്നു, ചിന്തകളായിരുന്നു. എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പഞ്ചഗ്രന്ഥങ്ങളിലെ പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ 4 പുസ്തകങ്ങളിലെ സംഭവങ്ങളുടെ ആവർത്തനങ്ങളാണ്. ബൈബിളിൻ്റെ ആ പഞ്ചഗ്രന്ഥങ്ങളുടെ കൃത്യത, അതിൻ്റെ വിശ്വസനീയത, അതിൻ്റെ ദൈവശാസ്ത്രീയത ഒക്കെ ഈ സങ്കീർത്തനത്തിലൂടെ തെളിവായി വരികയാണ്. ദൈവം ചെയ്ത പ്രവൃത്തികൾ: 1, മിസ്രൈമിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചു എന്നുള്ളതാണ്. 10-11 വാക്യങ്ങൾ. കടിഞ്ഞൂലുകളെ സംഹരിച്ചു, അതിൻ്റെ നടുവിൽ ദൈവം ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നു. കഴിഞ്ഞ സങ്കീർത്തന പഠനത്തിൽ നാം അത് സവിസ്തരമായി കണ്ടതാണല്ലോ. പുറപ്പാട് 18-21 വാക്യം. ദൈവം മോശയ്ക്കും തൻ്റെ ജനമായ ഇസ്രായേലിനു വേണ്ടിയും ചെയ്തതൊക്കെയും യഹോവ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മോശയുടെ അമ്മാവിയപ്പനായ യിത്രോ കേട്ടു. പുറപ്പാട് 20-12 വാക്യം. അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ചെങ്കടലിൽ ചെയ്ത പ്രവൃത്തികൾ, ഇസ്രായേലിനെ അതിൻ്റെ നടുവിലൂടെ ദൈവം നടത്തി എന്നുള്ളതാണ്. അതും കഴിഞ്ഞ സങ്കീർത്തന പഠനത്തിൽ നാം വിവരിച്ചതാണ്. 3, മരുഭൂമിയിലൂടെ ദൈവം തൻ്റെ ജനത്തെ അത്ഭുതകരമായി നടത്തി എന്നുള്ളതാണ്. വാക്യം 16. തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 40 വർഷക്കാലം അതിശക്തിയേറിയ ചൂടടിക്കുന്ന മരുഭൂമിയിലൂടെ ദൈവം അവരെ നടത്തി. എന്നാൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും അവർക്കായി ദൈവം നൽകി. മേഘസ്തംഭമുണ്ടായിരുന്നത് കൊണ്ട് സൂര്യതാപം അവരുടെ ശരീരത്തെ ബാധിച്ചില്ല. രാത്രി അഗ്നിത്തൂണുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് നന്നായി വെളിച്ചം ലഭിച്ചിരുന്നു. രാവും പകലും അവർ യാത്ര ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അതിന് തക്കതായ ക്രമീകരണങ്ങൾ ദൈവർക്ക് നൽകി. മരുഭൂമിയിലൂടെ നടന്നപ്പോൾ അവരുടെ കാല് വീങ്ങിയില്ല, അവരുടെ വസ്ത്രം ജീർണിച്ചില്ല. അവർക്ക് വേണ്ടതെല്ലാം ദൈവം നൽകി. അവർക്ക് ദൈവം പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, മാറയെ മധുരമാക്കി നൽകി, കാടപ്പക്ഷിയെ ഭോജനമായി നൽകി, മല്ലന്മാരുടെ മന്ന ദൈവർക്ക് പൊഴിച്ചു നൽകി. അവരുടെ ജീവന ഭക്തിക്കും ആവശ്യമായതെല്ലാം ദൈവം നൽകി. അതെല്ലാം ഓർത്ത് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മരുഭൂമിയിലൂടെ തൻ്റെ ജനത്തെ നടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മറ്റൊരു കാര്യം, കനാൻ ദേശം ദൈവർക്ക് കൈവശമാക്കി കൊടുത്തു എന്നുള്ളതാണ്. കനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി ചിലരെ അയച്ചതും അതിൽ ഭൂരിപക്ഷം പേരും നമുക്കത് കൈവശമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ബഹുജന സമൂഹം അവരോട് ചേർന്നു. ആ അവിശ്വാസികളായ ജനം മരുഭൂമിയിൽ വെച്ച് പട്ടുവീണു, മരുഭൂമിയിൽ വെച്ച് മരിച്ചു മാറി. ഒരു പുതിയ ജനത ജനിച്ചു വീണു. അവരെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി യോർദാൻ കടത്തി കനാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിരവധി രാജാക്കന്മാരെ ഇതിനോടകത്ത് ദൈവം നീക്കിക്കളഞ്ഞു. അമോര്യരുടെ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും മാത്രമല്ല 31ഓളം വേറെ രാജാക്കന്മാരെയും ദൈവം നീക്കിക്കളഞ്ഞ ചരിത്രം യോശുവയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വളരെ സവിസ്തരമായി കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെതായി പറയുന്ന ചില പ്രത്യേക കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിനുണ്ട്. 1, ദൈവത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. നമ്മുടെ ദൈവം സ്വർഗത്തിലുള്ളതായി 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണെന്ന് 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. സകല ജഡത്തിനും സമൃദ്ധമായ ആഹാരം നൽകുന്നവനാണെന്ന് 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ബലമുള്ള കൈയും നീട്ടിയ ഭുജവും ഉള്ളവനാണെന്ന് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ബലമുള്ള കൈ, നീട്ടിയ ഭുജം, അതൊരു പ്രത്യേക പദശൈലിയാണ്. അത് ആവർത്തന പുസ്തകത്തിൽ നിരവധി പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയും. 4-34, 5-15, 7-19, 11-2, 26-8. ഇവിടെയെല്ലാം ആ ബലമുള്ള കൈ, നീട്ടിയ ഭുജം എന്ന ആ പ്രത്യേക പദശൈലി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. പഞ്ചഗ്രന്ഥങ്ങളും ഈ സങ്കീർത്തനവും തമ്മിൽ എത്രയോ ബന്ധമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. 4-ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ എന്നുള്ളതാണ്. നമ്മെ ഓർക്കുവാനോ ആദരിപ്പാനോ ആരുമില്ലാതിരുന്ന സന്ദർഭത്തിൽ ബലഹീനരായി, പാപികളായി, അഭക്തരായി, അശക്തരായി, ശത്രുക്കളായി നാം ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു, നമ്മെ വീണ്ടെടുത്തു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ള ഈ 23-ാം വാക്യത്തിന് ചില വിശദീകരണങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അഥവാ താഴ്ചയിൽ ദൈവം അനേകരെ ഓർത്തതായിട്ടുള്ള സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവത്തിൻ്റെ ദയയുടെ ഒരു ഉദാഹരണം
ദാവീദ് ദയ കാണിച്ച മെഫിബോശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 ശമൂവേൽ 9:3 ദാവീദ് പറയാണ്, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തനായിട്ട് യോനാഥാൻ്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഫീബോശേത്ത് ജന്മനാ മുടന്തനായവനല്ല. ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഒരു ധാത്രി അഥവാ ഒരു നേഴ്സ് അവനെ എടുത്തുകൊണ്ട് ഓടുമ്പോൾ ആ സ്ത്രീ കാലുതെറ്റി മറിഞ്ഞു വീണു. ആ വീഴ്ചയിൽ അന്ന് 5 വയസ്സുണ്ടായിരുന്ന ഈ മെഫീബോശേത്തിൻ്റെ 2 കാലും ഉടന്തായിപ്പോയി. എങ്കിലും ദാവീദ് അവനോട് ദയ കാണിച്ചു. നിത്യവും രാജകുമാരന്മാരോടുകൂടെ ഭക്ഷിക്കുവാൻ അവൻ അനുവാദം കിട്ടി. അവൻ എന്താ പറഞ്ഞത്? ചത്ത നായെപ്പോലിരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ എന്തുള്ളൂ? ശത്രുകുലത്തിൽപ്പെട്ടവനാണ്, ഇരുകാലും മുടന്തനായി പോയവനാണ്, ചത്ത നായ്ക്ക് തുല്യനാണ്. പക്ഷേ രാജകുമാരന്മാരെ പോലെ നിത്യവും രാജകീയ മേശയിൽ ഭക്ഷിക്കാൻ അവന് ലഭ്യമായത് ദാവീദിൻ്റെ ദയയായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ താഴ്ചയിൽ ദൈവം നമ്മെ ഓർത്ത് ആദരിച്ചു. തഴയപ്പെട്ട ദാവീദിനെ ദൈവം ഓർത്ത ഒരു സന്ദർഭമുണ്ട്. ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ വീട്ടിലേക്ക് മക്കളിൽ ഒരുവനെ അഭിഷേകം ചെയ്യാനായി വന്നു. ആരാണ് മകനെന്നോ എത്രാമത്തെ മകനാണെന്നോ ശമൂവേലിന് അറിയത്തില്ല. ശൗലിനെ തള്ളിയ വേളയിൽ രാത്രി മുഴുവൻ ശമൂവേൽ നിലവിളിച്ചു. ദൈവം പറഞ്ഞു, എഴുന്നേൽക്ക്, ബേത്ലഹേമിൽ ഞാൻ നിന്നെ ഇശായിയുടെ വീട്ടിലേക്ക് അയക്കും. അവൻ്റെ മക്കളിൽ ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ചെന്നു. മൂത്തപുത്രന്മാർ 3 പേര് ശൗലിൻ്റെ പട്ടാളത്തിലെ സൈനികരായിരുന്നു. അതുകൊണ്ട് രാജാവാകാൻ എന്തുകൊണ്ടും അവരാണല്ലോ യോഗ്യതയുള്ളതെന്ന് കരുതി അവരെ ശമൂവേലിൻ്റെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തി. പക്ഷെ ദൈവം പറഞ്ഞു, നീ അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്. എല്ലാവരുമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇളയൊരുവനുണ്ട്, അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കുകയാകുന്നു. അവൻ വന്നിട്ടെല്ലാതും പന്തിക്കിരിക്കുകയില്ല എന്ന് ശമൂവേൽ ശഠിച്ചു. ആ വേളയിൽ ഇശായി ആളയച്ച് ദാവീദിനെ വരുത്തുകയാണ്. അവൻ ആടുകളെ മേയ്ക്കുകയാവുന്നു. 1 ശമൂവേൽ 16:11. ആ ആടിനെ മേയ്ക്കുന്ന ആ കാട്ടിൽ നിന്ന് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് 78-ാം സങ്കീർത്തനം 70-71 വാക്യങ്ങൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി, അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. സ്തോത്രം. യോബിൻ്റെ പുസ്തകം 5:11. അവൻ താണവനെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റും. സ്തോത്രം. താഴ്ചയിൽ നമ്മെ ഓർത്തവന്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ലേയയോട് ദൈവം കാണിച്ച കരുണ. യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, റാഹേലും ലേയും. റാഹേൽ സുന്ദരിയായിരുന്നു, പക്ഷെ ലേയയുടെ കണ്ണിന് അത്ര ശോഭ ഉണ്ടായിരുന്നില്ല. റാഹേലിനോടായിരുന്നു യാക്കോബിന് അധികം സ്നേഹം. ലേയ ഭാര്യയാണെങ്കിലും അവൾ അനിഷ്ടയായിരുന്നു. അവളുടെ ആ മനോദുഃഖം ദൈവം കണ്ടു എന്നും കേട്ടു എന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി 29:17, 31, 33. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ, അനിഷ്ട എന്ന് യഹോവ കേട്ടപ്പോൾ ദൈവം അവളുടെ ദുഃഖം കണ്ടു, ദൈവം അവളുടെ ദുഃഖം അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ദൂത് കൂടെ ഞാനിവിടെ പറയാം. ഈ അനിഷ്ട ഭാര്യയായിരുന്ന ലേയിൽ നിന്ന് ജനിച്ച മക്കൾ ഇസ്രായേലിലെ ചരിത്രത്തിലെ ശ്രേഷ്ഠന്മാരായി, തലവന്മാരായി പിന്നത്തേതിൽ ഉയർത്തപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ നീതിയുള്ള വിധിയോർത്ത് ഞാൻ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സദൃശ്യവാക്യം 31:30. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. താഴ്ചയിൽ ഓർക്കപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് വേശ്യാപുത്രനായിരുന്ന ഇബ്താഹ്. തിരുവെഴുത്തിൻ്റെ ഭാഗം വായിച്ച് കേൾപ്പിക്കാം. ഇബ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ ഇബ്താഹ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് ചെന്നു പാർത്തു. എന്നാൽ അമോന്യർ ഇസ്രായേൽ മക്കൾക്ക് നേരെ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ഒരു തലവനില്ലാത്ത അവസ്ഥയുണ്ടായി. ആ സന്ദർഭത്തിൽ ഇസ്രായേലിയർ ചെന്ന് ഇബ്താഹിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു. ഇബ്താഹിൻ്റെ ആ ദൈവത്തോടുള്ള കൂറ് ശ്രദ്ധിക്കുക.
ഇബ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ന്യായാധിപന്മാർ 11:1, 2, 7, 11, 12 വാക്യം. സ്വന്തം സഹോദരന്മാർ തള്ളിക്കളഞ്ഞതാണ്, യോസഫിനെ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ ദൈവം അവരെയൊക്കെ ആദരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലെ 2 വ്യക്തികളെ കൂടി ഞാനിവിടെ ഉദാഹരിക്കാം. ഒന്ന് എലിശബേത്താണ്. അഹരോന്യ കുടുംബത്തിൻ്റെ പാരമ്പര്യവും ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും നീതിയോടെ ജീവിക്കുകയും ചെയ്യുന്ന അനുഭവമുള്ളവളെങ്കിലും അവൾ മച്ചിയായിരുന്നു, അവൾക്ക് മക്കളില്ലായിരുന്നു. എങ്കിലും ദൈവം അവളെ ഓർത്തു. ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് പോലെയുള്ള സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യനായ യോഹന്നാൻ സ്നാപകനെ ദൈവം അവൾക്ക് ദാനമായി നൽകി. അവളുടെ സാക്ഷ്യം ശ്രദ്ധിക്കുക. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ എന്നിൽ കടാക്ഷിച്ചു. ലൂക്കോസ് 1:25-48 വാക്യം. താഴ്ചയിൽ, ബലഹീനതയിൽ ദൈവം ഓർത്ത ഒരു മനുഷ്യനാണ് പൗലോസ്. 8ഓളം കാര്യങ്ങൾ അഭിമാനമായി പറയാനുണ്ടായിരുന്നെങ്കിലും പിൽക്കാലത്ത് അവൻ്റെ ശരീരം വളരെ ബലഹീനമായി. വാക്കുകൾ ഊറ്റമുള്ളവെങ്കിലും ശരീര സാന്നിധ്യമോ ബലഹീനമായിരുന്നു. കണ്ണിന് അസുഖമുണ്ടായിരുന്നു, കാലിൽ വല്ലാത്ത ദുർവ്രണമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആസ്യക്കാരെല്ലാവരും കൈവിട്ടപ്പോൾ, ശാരീരികമായി താൻ വളരെ ബലഹീനനായി മാറിയപ്പോൾ കർത്താവ് അവനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 136-ാം സങ്കീർത്തനമാണ് ഇന്ന് നാം ചിന്തിച്ചത്. ഗാനപ്രതിഗാനമായി ഇസ്രായേലിയരും ഇന്ന് ക്രൈസ്തവരും പാടാറുള്ളൊരു ഗീതമാണ് 136-ാമത്തെ സങ്കീർത്തനം. പ്രധാനപ്പെട്ട 4 ചിന്തകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഒന്ന്, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടിയ 6 സന്ദർഭങ്ങൾ നാം കാണുകയുണ്ടായി. ചെങ്കടൽ കടന്നപ്പോൾ, ദാവീദ് പെട്ടകം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ, ശലോമോൻ തിരശീലയ്ക്ക് കീഴിൽ നിന്ന് ആലയത്തിലേക്ക് പെട്ടകം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ, ദൈവത്തിൻ്റെ തീ ഇറങ്ങി വന്നപ്പോൾ ജനവും, അതുപോലെ തന്നെ സെരുബാബേലിൻ്റെ കാലത്ത് ആലയത്തിന് അടിസ്ഥാനമിട്ടപ്പോഴും യഹോശാഫാത്തിന് യുദ്ധം നേരിട്ടപ്പോഴും അവരെല്ലാവരും ഇതേ വരി പാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയുണ്ടായി. 2, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിവരണങ്ങളായിരുന്നു. ആകാശത്തെ ജ്ഞാനത്തോടെ അവനുണ്ടാക്കി, ഭൂമിയെ അവൻ വെള്ളത്തിന്മേൽ വിരിക്കുകയുണ്ടായി. 3, ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്ത പ്രത്യേകമായ പ്രവൃത്തികളായിരുന്നു. മിസ്രൈമിൽ ജനത്തെ വിടുവിച്ചു, ചെങ്കടലിലൂടെ അവരെ നടത്തി, മരുഭൂമിയിൽ ദൈവർക്ക് വേണ്ടതായ അനുഗ്രഹങ്ങളെല്ലാം നൽകി, കനാൻ ദേശം കൈവശമായി കൊടുത്തു. 4-ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ചുള്ള നിരവധി വിവരണങ്ങൾ നാം ഇതിൽ കണ്ടു. പ്രത്യേകാൽ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവനാണ് ദൈവം എന്ന് നാം പഠിക്കുകയുണ്ടായി. ദാവീദ് മെഫീബോശേത്തിനെ ഓർത്തതുപോലെ, അപ്പൻ തഴഞ്ഞ ശായി പോലും അകറ്റി നിർത്തിയ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ, അനിഷ്ട ഭാര്യയായ ലേയോട് ദൈവത്തിന് പ്രസാദം തോന്നിയതുപോലെ, വേശ്യാപുത്രൻ എന്ന് വിളിക്കപ്പെട്ട ഇബ്താഹിനെ ദൈവം കടാക്ഷിച്ചതുപോലെ, പുതിയ നിയമത്തിലെ എലിശബേത്തിനെ ദൈവം നിന്ന നീക്കി കടാക്ഷിച്ചതുപോലെ, ബലഹീനനായി തീർന്ന പൗലോസിനെ കർത്താവ് കൈവിടാതെ തൻ്റെ കൃപയാലും ശക്തിയാലും നിറച്ചെടുത്തതുപോലെ ദൈവം നമ്മയും ആദരിക്കുന്നു. യോബിൻ്റെ പുസ്തകം 5:11, അവൻ താണവനെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റും. ആ 23-ാം വാക്യം ഞാൻ ഒന്നുകൂടെ ഉദ്ധരിക്കട്ടെ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. ശബ്ദം പിൻപിൽ കേട്ടിടും, സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും